സുമയ്യ ഷമീർ ഹായ്, എവിടുന്നാ, സുഖമാണോ? അങ്ങനെ പോകുന്നുണ്ട്. ഫാത്തി പറയുന്നുണ്ട്. ഷാനിദ്. പിന്നെ വേറെന്ത് വിശേഷം? പിന്നെ വേറെന്താ ഗൈസ് വിശേഷം? പറയൂ പറയൂ. സബിൻ ബ്രോ എന്ത് സർപ്രൈസിന്റെ കാര്യം പറഞ്ഞ മനസ്സിലായില്ല. ചായ കുടിച്ചുട്ടോ. കേരള കുടിച്ചു. ഞാൻ ലൈവല്ലേ ഫാത്തി, ലൈവിലാകുമ്പോൾ അങ്ങനെ ഫോൺ എടുക്കുക. ലൈവിലല്ലേ, അതാ കട്ടാക്കിയത്. അതുമല്ല, ഞാൻ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടി തിരക്കില്. പിന്നെന്താ വിശേഷം പറയൂ. ഹായ് ഹായ് ഹായ്. സ്ഥലം എവിടെയാണ്? സ്ഥലം മലപ്പുറത്താട്ടോ. ഹായ് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പക്ഷെ അതൊക്കെ എന്തിനാ കഴിയണേ? സബിൻ ബ്രോ പോയോ? സബിൻ ബ്രോ എന്ത് സർപ്രൈസിന്റെ കാര്യം പറഞ്ഞ മനസ്സിലായില്ല. കുട്ടിയെ കണ്ടെത്തിയത് മലയാളി സമാജം പ്രവർത്തകരോ? തീരെ വയ്യ. കുഴപ്പമില്ല ഫാത്തി, ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല. അപ്പത്തെ ഒരു വിഷമം അത്രയുള്ളൂ, അത് ഞാൻ മറന്നു. അത് പോട്ടെ, കഴിഞ്ഞ് പോയ കാര്യമല്ല, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ബ്ലോക്കൊക്കെ ആക്കിയപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബർ ഞാൻ അന്യ ആളുകളെ പോലെയല്ല കാണാൻ, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെ ഞാൻ കാണാൻ എല്ലാവരും. അതിൽ ബാഡ് കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്താ പറയുക, ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരും. എൻ്റെ അനിയത്തി, താത്താര്, കാക്കാര്, അനിയന്മാർ, അങ്ങനെയൊക്കെ ആ ഇതിലാണ് ഞാൻ കാണുന്നത്. അതിന് നിങ്ങൾ എത്രത്തോളം സത്യസന്ധതയായിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ പറയണത്, എല്ലാവരും ഒത്തിരി ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെ നമ്മളെല്ലാവരും ഒന്ന്, ആ ഒരു ഇതിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ എങ്ങനെ കാണണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊക്കെയും നിങ്ങളെല്ലാവരും ഒരു കൂടപ്പിറപ്പ് പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഒരാൾ എന്നെ ബ്ലോക്കാക്കി ഒന്നുമില്ലാതെ, പിന്നെ വയ്യാതെ ഞാൻ ലൈവ് എടുക്കണില്ല പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഫാത്തിനോട് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഫാത്തിക്ക് അത് വിഷമമാവും. അത്ര ഉള്ളത് കഴിഞ്ഞു പോയ കാര്യം, കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതാട്ടോ. മിസ്രിയ ഹായ് ഹായ്, രാത്രിയിൽ കാണാം. ആയിക്കോട്ടെ. നഷദക്ക് എന്ത് പറ്റി? അതാ മുറ്റത്തൊരു ഫാത്തി. നൗഷാദ് ബ്രോ ഇൻഷാല്ലാ പറയുന്നുണ്ട്. മലപ്പുറം എവിടെയും മലപ്പുറത്താട്ടോ. കുഴപ്പമില്ല കേട്ടോ ഫാത്തി, കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വിരുന്ന് വന്ന ആൾക്കാരല്ലേ അല്ലേ? അപ്പോൾ മാക്സിമം ആരെയും വെറുപ്പിക്കാതെ വേദനിപ്പിക്കാതെ നോക്കുക, അത്രേ ഉള്ളൂ. ഇന്നെല്ലാവരും വേദനിപ്പിച്ചിട്ടേ പോകുള്ളൂ ഗൈസ്. സാല പോട്ടെ, കഴിഞ്ഞു ഒക്കെ മായ്ച്ച് കളയട്ടോ, ഒക്കെ മായ്ച്ച് കളഞ്ഞു. പിന്നെ വേറെന്താ? അതാ നമ്മൾ കുടം ഉണ്ടാവാൻ മറന്നല്ലോ. തീരെ വയ്യ, അതിനാൽ ഞാൻ പോകുന്നു, വൈകിട്ട് കാണാം. അങ്ങനെയാണ് ആദ്യം അടിച്ചിരിക്കുന്നത്, തെറ്റിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ സപ്പു, ഞാൻ ഇനി ലൈവ് കാണാനൊന്നും വരുന്നില്ല. അത് പറ്റി ഫാത്തി, അങ്ങനൊന്നും പറയരുത്. ഒരു അനിയൻ ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ സബിൻ ബ്രോ.